ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വിശ്വനാഥ് ആൻഡ് സൺസ് സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യമാണ് ആദ്യ പകുതി കഴിയുമ്പോൾ എല്ലാവരും മികച്ച ഒരു പ്രതികരണമാണ് സിനിമയ്ക്ക് നൽകുന്നത്. സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെയാണ് ആദ്യമേ വരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് തോന്നുന്നത്. എ വാച്ചബിൾ ക്ലീൻ ഫാമിലി എൻ്റർടൈനർ വിത്ത് എ ഗുഡ് ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളുടെയും റിവ്യൂവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് തരംഗമാവുന്നു. സിമ്പിൾ ആൻഡ് ബ്ലേസി സൂര്യയുടെ എൻട്രിയെക്കുറിച്ച് പറയുന്നു. മമിത ബൈജുവിൻ്റെ എൻട്രി തീപ്പൊരി എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നതും ഈ ഒരു കാര്യങ്ങളിൽ അത് തന്നെയാണ്. ഫാദർ എപ്പിസോഡും മികച്ചതാണ്. അതേപോലെ തന്നെ മമിത തന്നെയാണ് ഷോ സ്റ്റീലർ എന്ന് പറയുന്നത്. കെമിസ്ട്രി ബിറ്റ്വീൻ രാധിക ആൻഡ് മമിത ബൈജു അടിപൊളി എന്ന് പറയുന്നു. വെങ്കി ആൾട്ടിയുടെ റൈറ്റിങ്ങും ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും മികച്ചതായി നിൽക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ സോങ്ങുകളും മികച്ച് നിൽക്കുന്നു എന്നാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിലേക്ക് കടന്നു വരാനും. പയ്യെ തുടങ്ങുന്നു, അതിനോട് ചേർന്ന് പിന്നീട് സിനിമ മികച്ച രീതിയിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് ഗംഭീരമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അസാധാരണമായി ഒന്നുമില്ലാതെ എന്നാൽ സാധാരണമായി ആളുകളെ പ്രകടനത്തിലൂടെ മികച്ച രീതിയിലേക്ക് അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്നു ഇവരെല്ലാവരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും GB പ്രകാശിൻ്റെ BGM നല്ല ഗംഭീരമാകുന്നു. അത് സിനിമയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഇൻ്റർവെൽ റേഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് മറ്റൊരു തരത്തിലേക്ക് എത്തുന്നു സെക്കൻഡ് ഹാഫിലേക്ക് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് ബാക്കി കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടുള്ള സെക്കൻഡ് ഹാഫ് റിവ്യൂവിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും ഒരു കംപ്ലീറ്റ് ഫീൽ ഗുഡ് എൻ്റർടൈനർ ഓവർലേഡ് വിത്ത് മെനി ഫൺ മൊമെൻറ്റ്സ് ആൻഡ് എ ബിറ്റ് ഓഫ് എമോഷണൽ സീക്വൻസ് എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത്. എക്സലൻ്റ് തന്നെയാണ് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുന്നത്. സെക്കൻഡ് ഹാഫ് എങ്ങനെയിരിക്കും അതായിരിക്കാം സിനിമയെ മുന്നോട്ട് നയിക്കാൻ പറയുന്നത്. എന്തായാലും മികച്ച രീതിയിൽ, അതായത് ഏറെ ആരാധകരുണ്ട് ഈ പറഞ്ഞ പോലെ സൂര്യയ്ക്ക് എന്നെന്ന് മനസ്സിലാക്കുന്ന ലെവലിൽ തന്നെയാണ് കന്നഡയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫ് റിവ്യൂവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരാം. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസ് ഒന്ന് പറയാം. ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും പരിഗണിക്കണം.